ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, ഏത് സമയത്തും ഇവർ ഇതൊരു ആക്സിഡൻ്റലായിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലായിരുന്നു. ഈ അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് അവർ ആ രീതിയിൽ തന്നെ കരുതിയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒന്നുകൂടി കൂട്ടി വായിക്കുവാണെങ്കിൽ ഈ സംഭവം 25 കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന സംഭവവുമായിട്ട് അന്ന് തന്നെ നടക്കേണ്ട ഒരു സീരീസ് ആയിട്ട് വരേണ്ട കാര്യമായിരുന്നു. നേരെ മറിച്ച് അന്നറിയാം, അതായത് ഇറാൻ്റെ ആണവ നിലയങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറേജ് അറ്റാക്ക് ചെയ്യുന്ന ഇസ്രയേലിനെ നമ്മൾ കണ്ടു. അപ്പോൾ ട്രംപ് ഇടപെട്ട് ഒരു സീസ് ഫയർ യൂണിലാറ്ററലായിട്ട് ട്രംപ് ഡിക്ലെയർ ചെയ്തു, ഇനിയും അറ്റാക്ക് ഇല്ല എന്ന് പറഞ്ഞ്. നമ്മളാരും മറന്നിട്ടില്ല, ട്രംപ് പറഞ്ഞ് മണിക്കൂറുകൾക്കകം വീണ്ടും ഇസ്രയേൽ അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നാണം കെട്ട ട്രംപ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇസ്രയേലിനെ ഫോഴ്സ് ചെയ്ത് സീസ് ഫയറിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ നമ്മൾ ആസ് ഓഫ് നൗ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണുന്നത്, സയനിസ്റ്റ് വേഴ്സസ് ഇസ്ലാമിസ്റ്റ് എന്നുള്ള ഒരു രീതിയിലോട്ട് ആ യുദ്ധത്തിന് അവരൊരു മാനം പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഷിയ ഗ്രൂപ്പിൻ്റെ പരമോന്നത നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നേതാവ് തന്നെയല്ല, ഷിയ ഗ്രൂപ്പിൻ്റെ വേൾഡ് ലീഡറായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുള്ള, ഈവൻ പ്രോക്സി ഗ്രൂപ്പുകൾ പോലും അതുപോലെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു ലീഡറായിരുന്നു അസാസിനേഷൻ നടന്ന ഖമേനി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടത്, ആദ്യമൊക്കെ ഇറാനെ എതിർത്തിട്ടുള്ള പാകിസ്ഥാനിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും ജനങ്ങൾ തെരുവിലിറങ്ങി അതിനെതിരെ ഒരു പ്രതിഷേധം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലും അത് കണ്ടു. കാരണം അവരൊരു ഷിയ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് അത് കണ്ടത്. ഒരു കണക്കിന് ഒരു ആംഗിളിൽ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് എന്തെന്ന് ചോദിച്ചാൽ, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മീഡിയ അതിനെതിരായിട്ട് ഇന്ത്യയിൽ ഒരു പ്രതിരോധമുണ്ടായി എന്നുള്ള രീതിയിൽ അത് കാണിച്ചു. ഇന്ത്യ എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ശ്ലാഘനീയമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അതായത് എല്ലാവരെയും, അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇൻ്റർഫെയർ ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ല എന്നുള്ള രീതിയിലൊരു തീരുമാനമെടുത്തപ്പം അതിൻ്റെ മെസ്സേജ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ദാറ്റ് മെസ്സേജ് ഗോസ് ടു USA, ദാറ്റ് ഗോസ് ടു ഈവൻ ഇസ്രയേൽ ആൻഡ് ഈവൻ ഗോസ് ടു ഇറാൻ. ആ എല്ലാ രീതിയിലും അത് നമുക്ക് വായിച്ചെടുക്കാവുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലായിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആഷ്മിയനോട് ചോദിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് അൾട്ടിമേറ്റായിട്ട് ഈ രാജ്യം ഇറാനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു വാക്വം ഒരിക്കലും ഒരു വാക്വം ക്രിയേഷൻ അവിടെ വരില്ല. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് എന്നുള്ള രീതിയിൽ അവർ 1, 2, 3 പ്ലാൻ പറയുകയായിരുന്നു. ഇത് എല്ലാം നഷ്ടപ്പെട്ട, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ ഒരു ഫൈനൽ പൊട്ടിത്തെറിയുണ്ടല്ലോ, അതാണ് ഇറാൻ. അത് അധികം നാൾ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണോ നമ്മൾ ഈ ആക്രമണത്തിൽ മനസ്സിലാക്കേണ്ടത്? അതോ ഈ കൺട്രോൾ ബട്ടൺ സ്റ്റിൽ കൺട്രോളിലാണ്, അണ്ടർ കൺട്രോളിലാണ്? അതൊരു ഖമനേയി കൊല്ലപ്പെട്ടാലോ, അല്ലെങ്കിൽ ഖമനേയ്ക്ക് പിൻഗാമിയെ നിശ്ചയിക്കപ്പെടുന്ന മുജത്തബ കൊല്ലപ്പെട്ടാലോ, അല്ലെങ്കിൽ ലാരിജാനി കൊല്ലപ്പെട്ടാലോ അങ്ങനെ പോകുന്നതല്ല കൺട്രോൾ എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ മോഹൻപിള്ള? അത് കൺട്രോൾ ഒരു കാരണവശാലും ആ ഒരു രീതിയിലോട്ട്, ആ ലെവൽ വരെ നമ്മൾ എത്തിയിട്ടില്ല. കാരണം എന്നു ചോദിച്ചാൽ, ട്രംപ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന നേവിയെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളത്. നേവൽ കമാൻഡർ ഈസ് ഓൾറെഡി ദെയർ. ആ ഹോർമിസ് കടലിടുക്ക് അവർ കൺട്രോൾ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവർ നേവിയെ എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ മിസൈൽ ലോഞ്ചിങ്, അതായത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വാങ്ങിക്കൂട്ടിയിട്ടുള്ള നമ്പർ ഓഫ് മിസൈൽസ് ആണ് അവിടെ ഉള്ളത്. ICBM-ഉം ഈവൻ മിഡിൽ റേഞ്ച് CBM-ഉം ഒരുപാടുണ്ട്. അതൊക്കെ അവർ പറയുന്നത് ആ രീതിയിലാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് അവരുടെ ഇനിഷ്യൽ ടാർഗറ്റ്, ഓഫ് കോഴ്സ് ടോപ്പ് ലീഡർ ഒരു അസാസിനേഷൻ നടന്നു കഴിഞ്ഞാൽ മൊറാൽ ഡൗൺ ആകും എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ആൾ ടേക്ക് ഓവർ ചെയ്യും. എയർ ചീഫ് ഉണ്ടാകും, നേവൽ ചീഫ് ഉണ്ട്, അതുപോലെ തന്നെ ആർമിയുടെ തന്നെ നെക്സ്റ്റ് ലീഡർ വിൽ ടേക്ക് ഓവർ. അങ്ങനെ ഒരു രീതിയിലോട്ട് വരുന്നുണ്ട്. രണ്ടാമത് ഇദ്ദേഹം കൊടുത്ത ഒരു രക്തസാക്ഷിത്വ പരിവേഷം കൂടി വരുമ്പോഴേക്കും ഒരു സെൻറ്റിമെൻ്റായിട്ട് അത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം ആൾക്കാർക്ക് ആ ഒരു രീതിയിൽ ഉള്ള ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഒരു കാരണവശാലും
ഇസ്രയേലിനെ പ്രഷറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇസ്രയേലിലോട്ട് അറ്റാക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ കൂടുതൽ അറ്റാക്കുകൾ US ബേസ് എന്ന് പറയുന്ന ഈ രാജ്യങ്ങളിലോട്ട് മാത്രം ചെയ്ത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതിനകത്തോട്ട് മേജർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീസിനെ വലിച്ചഴച്ച് ഒരു പ്രഷർ ടാക്ടിക്സ് ബിൽഡ് ചെയ്ത് അവർ US-നെയും ഇസ്രയേലിനെയും വിഡ്രോ ചെയ്യിപ്പിക്കുക എന്ന ഒരു സ്റ്റാൻഡിലേക്കായിരിക്കും തീർച്ചയായിട്ടും ഇറാൻ പോകാനുള്ള സാധ്യത. അങ്ങനെ പറ്റുള്ളൂ. ഈ ഗൾഫ് കൺട്രീസിലോട്ട് ഫോർ എക്സാമ്പിൾ ആഷ്മി, ഈ ഗൾഫ് കൺട്രീസിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യ ഡയറക്റ്റ് ഇടപെടുമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെയായിരിക്കും ഗുഡ് ഓഫീസസിൻ്റെ ഇമ്പോർട്ടൻസ്. പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രഷർ കൊടുത്ത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഡയലോഗിലോട്ട് പോയിട്ട് പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എമർജ് ചെയ്തു വരും. ബിക്കോസ് മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മളെ ബാധിക്കും. നമ്മൾ നേരത്തെ പറയുന്ന പോലെ നമുക്ക് അന്നം തരുന്ന ഒരുപാട് രാഷ്ട്രങ്ങൾ അവിടെ ഉണ്ട്, നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ട്. മാത്രമല്ല ഇസ്രായേലിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. ആ സൗഹാർദ്ദം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സ്വാധീന ശക്തി ചെലുത്താൻ കഴിയുമോ എന്നത് ആലോചിക്കുന്നുണ്ടാകണം ഉറപ്പായും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.